എനിക്കെതിരെ ഭീഷണി. അതായത് ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് എൻ്റെ വീഡിയോ വെച്ച് എന്നെ റിയാക്ഷൻ ചെയ്ത് എന്നെ ഇല്ലാതാക്കുമെന്നാണ്, എന്നെ തീർക്കുമെന്നാണ്. ഓക്കെ, ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് എന്താണ് പ്രശ്നം അത് നിങ്ങൾ അറിയണം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ ആരുടെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ആദ്യം ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ. മാപ്പ് ബഷീർക്ക, മാപ്പ്, എനിക്ക് പുറത്തു തരണം ബഷീർക്ക. എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബം പട്ടിണിയാവും ബഷീർക്ക. പ്ലീസ് ബഷീർക്ക, പ്ലീസ്. പൊന്നാര മക്കളെ, ഇത് മൂപ്പൻ പറഞ്ഞതാണ്. അതായത് ബഷീർക്കയോട് മൂപ്പൻ കോൾ വിളിച്ച് പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് മൂപ്പൻ പറയുകയാണ്, പൊന്നാര ബഷീർക്ക, കള്ളവാർത്ത ഞാൻ അറിയാതെ ഇട്ടുപോയി ബഷീർക്ക. ഇനി ഒരിക്കലും ഞാൻ കള്ളവാർത്ത ഇടൂല ബഷീർക്ക. എനിക്ക് നിങ്ങൾ പുറത്തു തരണം ബഷീർക്ക എന്ന് മൂപ്പൻ പറയുകയാണ്. നാണവും മാനവും ഇല്ലേ മൂപ്പ നിനക്ക്? പൊന്നാര മൂപ്പ ഒരു കാര്യം പറയുകയാണ്, ഒരു കുടുംബത്തെ കലക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കണം മൂപ്പ. നീ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു? അതിനുള്ള റീസൺ ആദ്യം പറ. ഞാൻ എവിഡൻസ് അടക്കമാണ് ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് നീ നിന്റെ ചാനൽ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു എന്നുള്ള കാര്യം താൻ എന്ത് ചെയ്യാ? തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പറയാ. എന്തുകൊണ്ട് നീ നിന്റെ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു? ആദ്യം അത് പറ. പൊന്നാര ചേച്ചി, ഇത് ഞാൻ തന്നെയാണ്, എൻ്റെ ചാനൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ചെയ്ത വീഡിയോയുടെ ഉത്തരമല്ലേ ചേച്ചിക്ക് വേണ്ടത്? കേട്ടു നോക്കൂ. ആദ്യം ഒരു കാര്യം പറയുകയാണ്, പൊന്നാര മക്കളെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് ബഷീർ ബഷി. ആ ഫാമിലിയെക്കുറിച്ച് നടക്കാത്ത ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ എല്ലാ യൂട്യൂബേഴ്സും പരത്തുകയാണ്. ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും ഇല്ലാത്ത കാര്യമാണ് പബ്ലിഷ് ചെയ്തത്. ഒരു കാര്യം പറയുകയാണ്, ബഷീർക്കയെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത്, ബഷീർക്ക, ഇത് വളരെ മോശമായി പോയി. അതായത്, ഷുഹാനയും നിങ്ങൾ ബാങ്കോക്കിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. മഷൂറെ പോലെ നിങ്ങളുടെ വൈഫല്ലേ ഷുഹാന, അത് വളരെ തെറ്റായിപ്പോയി ഇക്കാന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തു? പൊന്നാര മക്കളെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് 4 മാസമാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ കണ്ടു പഠിക്കുന്നത് കൈസ്, അതുൽ വ്ളോഗ്സ്, ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. അതിലൊക്കെ നമ്മുടെ ബഷീറക്കയെക്കുറിച്ച് എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചു, ഓ ശരിയാണ്, അതിലല്ലേ പറയുന്നത്, 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അതിലല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അപ്പോൾ അത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും ഒരു വീഡിയോ ബഷീറിക്കക്കെതിരെ ഇടുന്നു. അതിനുശേഷം ബഷീറിക്കയുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ബഷീറിക്കയുടെ ഫാമിലിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല. ഇതൊക്കെ അതിലും പിന്നീട് കൈസുമൊക്കെ വെറുതെ ഉണ്ടാക്കിയ ഒരു വാർത്തയെന്ന് എനിക്കറിഞ്ഞ ആ ടൈമിൽ, ആ സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. കാരണം ഇല്ലാത്ത വാർത്ത എന്തിന് നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഞാൻ കത്തിച്ച് 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഒന്ന് മൂപ്പനെതിരെയും കൈസിനെതിരെയും അതുലിനെതിരെയും വിവിക്കെതിരെയും. കാരണം എന്താണ്? ഇവർ കാരണമാണ് ഞാൻ ബഷീറിക്കയെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. ഇവരെ വിശ്വസിച്ച് ഇവർ പറയുന്നത് ശരിയെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇവർ കാരണം ഞാനും ബഷീർക്കയെ വിമർശിച്ചല്ലോ എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാനിട്ട വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഞാൻ വിവിക്കും ഈ പറയുന്ന മൂപ്പനും ഈ പറയുന്ന അതിനൊക്കെ വിമർശിച്ചൊരു വീഡിയോ ഇട്ടു. എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ, ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? പൊന്നാര ചേച്ചി, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടേ, അതായത് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊന്നാര ചേച്ചി, അത് നിങ്ങൾ കാണണം ചേച്ചി. കാണാതെയാണോ നിങ്ങൾ കണക്കുണ എന്നൊക്കെ പറയുന്നത് ചേച്ചി? പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി എനിക്ക് കുറച്ച് ഭീഷണി തരുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കേട്ട് നോക്കാം. ഓക്കെ. സോറി ബ്രദർ, ഇന്നലെ ഇൻഫോം ചെയ്യാൻ വിട്ടുപോയി. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ചാനലിൻ്റെ ആ പ്രൈവറ്റ് ചെയ്ത വീഡിയോൻ്റെ URL ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തിയുടെ കയ്യിൽ അതിൻ്റെ ഫുൾ വീഡിയോ 7 മിനിറ്റ് 6 സെക്കൻഡ് നേരത്തെ വീഡിയോയും ഉണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ദാറ്റ് വീഡിയോ. ഒന്നും വിചാരിക്കരുത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ വെച്ച് തന്നെ റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ തരാനുള്ള പണി കഴിഞ്ഞിട്ട് ആ വീഡിയോയും ഈ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എൻ്റെ റിയാക്ഷൻ വീഡിയോസും എല്ലാം കൂടെ പിൻ ചെയ്ത് ബഷീർ ബാഷിയുടെ മെയിൽ ID നമുക്കൊരു മെയിൽ അയക്കാം. ഓക്കെ, മാമനോടൊന്നും തോന്നില്ലേ മക്കളെ? ആക്കടി, എന്നോട് എന്തിനാണ് ഇതിനൊക്കെ അനുവാദം ചോദിക്കുന്നത്? ഇതൊക്കെ നീ എന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, മയിലയക്ക് എന്ത് പണ്ടാരമാണെങ്കിൽ ചെയ്തു, എന്നോട് എന്തിനു അനുവാദം ചോദിക്കുന്നു? ഓക്കെ, കേട്ടു നോക്കാം. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നിലപാടില്ലാത്ത ആളുകളെ ഇങ്ങനെയൊക്കെയല്ലേ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ മൂപ്പനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. ഖൈസിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇയാൾ
ഇൻസ്പിറേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തത്. അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ച് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആൻഡ് ഇയാൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് പോയതിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അപ്പം ഇയാൾ പണി തന്നോളൂ. പിന്നെ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പാരയാവുമെന്ന് എനിക്കറിയാം. സോ ഇന്നലെ ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ വെച്ചുകൊണ്ട് ഇയാളോട് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ആ വീഡിയോ ഇയാൾ മുക്കിയതിൻ്റെ വ്യക്തമായ റീസൺ എനിക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത്രയും ചൊറിഞ്ഞിട്ടുള്ള ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും സ്ക്രീൻഷോട്ട്സും ആ ഒരു തംബ്നെയിലും കമൻസും സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ വീഡിയോയും എൻ്റെ കയ്യിലുണ്ടാകും എന്ന് ചിന്തിക്കാൻ ഇയാൾ കുറച്ച് വൈകിപ്പോയി. എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ ആ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി. ഇടടി, നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ എനിക്കെതിരെ വീഡിയോ ഇട്. എന്നോട് എന്തിനാണ് പറയുന്നത്? എന്നോട് കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ വീഡിയോ തരുമോ എന്ന്. ഞാൻ ആർക്കും ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല, എസ്പെഷ്യലി റിയാക്ഷൻ വ്ലോഗേഴ്സിന്. കൊടുക്കടി. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? കൊടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇന്ന് തന്നെ അയച്ചു കൊടുക്കൂ എൻ്റെ പൊന്നാര മോളെ. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ്സ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ കാര്യമല്ലേ, ഇയാൾ എപ്പോഴാണ് എന്നെ ബാക്ക് സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം എൻ്റെ വ്യക്തിത്വത്തിനെയും നിലപാടിനെയും ചോദ്യം ചെയ്യാത്ത തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷേ അതെൻ്റെ വ്യക്തിത്വത്തിനെയോ നിലപാടുകളെയോ ബാധിക്കുന്ന തരത്തിലാണെങ്കിൽ സോറി ടു സേ. പൊന്നാര മക്കളെ, എന്നോട് മെസ്സേജ് അയച്ച് പറയുകയാണ് എൻ്റെ കുട്ടികളാണ് സത്യം, എൻ്റെ അമ്മയാണ് സത്യം, നീ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ പബ്ലിഷ് ചെയ്യൂലെന്ന്. അതിനുശേഷം രാവിലെ പറയുകയാണ് അതൊക്കെ ഞാൻ ഇന്ന് പബ്ലിഷ് ചെയ്യും. എന്താ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.